നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ കുട്ടികൾ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ. ഏറ്റവും കൂടുതൽ അത് കെ സി വേണുഗോപാലിൻ്റെ പൊൻതൂവലും അതുപോലെ സുബോധിൻ്റെ പണ്ട് കുറേ പ്രോഗ്രാമുകൾ 10-15 കൊല്ലത്തോളായി. ഇപ്പോൾ വരുമ്പോൾ തന്നെ ഒരു പാരൻറ്റിനെ കണ്ടു. കുട്ടി ഇപ്പോൾ പൂനെയിലാണ് പഠിക്കണേ, കോൺവക്കേഷനാണ്. ഇവിടെ തന്നെ പഠിച്ചിട്ടുള്ള കുട്ടികളിപ്പം MBBS കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ട് വന്നു, ഡോക്ടറായി എന്നൊക്കെ വിളിച്ച് പറയാറുണ്ട്. അവിചാരിതമായിട്ട് സുബോധൻ്റെ നാട്ടുകാരനാണ്, പയ്യന്നൂരാണ് ഞങ്ങൾ. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥലത്തും, കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും പല സ്ഥലങ്ങളിലായിട്ടും, കാസർഗോഡ് പോലെ തിരുവനന്തപുരം, ചിന്മയിൽ പല സ്ഥലങ്ങളിൽ. കേരളത്തിൽ ചിന്മയിൽ കഴിഞ്ഞ മാസം തിരുവനന്തപുരത്തായിരുന്നു, 2 മാസം മുമ്പ് ബോംബെയിൽ ചിന്മയിലായിരുന്നു. ബോംബെയിൽ ചിന്മയിലൊക്കെ ചെയ്തത് 5 ദിവസം താമസിച്ച് ഓരോ വിഷയങ്ങളും പഠിപ്പിച്ചു തീർക്കുക. ഒരു ചാപ്റ്ററെങ്കിലും, ഒരു വിഷയത്തിൽ ഒരു ചാപ്റ്റർ. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഗോവയിൽ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്ത്യൻ മിഷണറീസ് നടത്തുന്ന ഒരു സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്. കേരളം പോലെ തന്നെയാണ് ഗോവയിലെ സിസ്റ്റം. കേരളവും ഗോവയൊക്കെ കഴിഞ്ഞ ബാക്കി സ്ഥലത്ത് പ്രൈവറ്റ് സ്കൂൾസ്, എയ്ഡഡ് സ്കൂൾസ് ഇല്ല. ഇവിടെ എയ്ഡഡ് എന്ന് പറഞ്ഞ അർത്ഥം, ഞാനും എൻ്റെ നാട്ടിലെ എയ്ഡഡ് സ്കൂളിൻ്റെ ഓണറാണ്. അപ്പം ഞങ്ങൾക്ക് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ആര് ശമ്പളം കൊടുക്കും? ഗവൺമെൻറ്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അവരെ മേടിച്ച് നടക്കാൻ. കാരണം മാനേജ്മെൻറ്റ് പറയുന്നത് ടീച്ചേഴ്സ് കേൾക്കണമെന്നില്ലല്ലോ, ശമ്പളം ഗവൺമെൻറ് അല്ലേ കൊടുക്കും. പക്ഷെ ഗോവയിൽ ഒരു ക്രിസ്ത്യൻ മിഷണറി സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിൽ ആ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം ടീച്ചേഴ്സ്, പിന്നെ സ്റ്റുഡൻസ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞു, സാധാരണ 3 കുട്ടികൾക്കാണ് 90 എബോവ് കിട്ടാറുള്ളത്. പ്രാവശ്യം 63 കുട്ടികൾക്ക് കിട്ടി ഒരു വർഷം ആദ്യമായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ചിന്മയുടെ ഹെഡ് ഡോക്ടർ രേഖ പറഞ്ഞപ്പോൾ പറഞ്ഞു, മാർക്ക് പ്രാധാന്യമില്ല, മാർക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. കാരണം മാർക്ക് വേണ്ട, പരീക്ഷയ്ക്കൊന്നും പഠിക്കണ്ട, മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ നാളെ മുതൽ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? ആണോ അല്ലയോ? മാർക്ക് വേണോ? വേണം. ഞാൻ സാധാരണ പറയാറുള്ളത്, ടെസ്റ്റും എക്സാമിനേഷനും 2 സ്ഥലത്താണ് നടക്കാറുള്ളത്. എവിടേക്കാ അറിയാം? എവിടെയാ? നിങ്ങളെയൊക്കെ റെക്കോർഡ് ചെയ്യണ്ട, എന്നെ മാത്രമല്ല. അതുകൊണ്ട് നിങ്ങളും പറയണം, ഇപ്പോഴേ ക്ലാസ് ആവുള്ളൂ. എവിടെയാ ടെസ്റ്റും എക്സാമിനേഷനും നടക്കുക? നിങ്ങളെ 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഭാഗം എൻ്റെ ഉള്ളൂ, അവിടെ അതിനകത്തുകൊണ്ട് പുറത്തുണ്ട്. എവിടെയൊക്കെ ടെസ്റ്റും എക്സാം നടക്കുക? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, എല്ലാ സ്കൂൾസിലും കോളേജിലും ഒക്കെ നടക്കും. പിന്നെ നടക്കണം എവിടെയാണ്? ഹോസ്പിറ്റലിൽ. വണ്ടർഫുൾ, ഗുഡ് ബോയ്, കൈയടിക്കേ അവന് വേണ്ടി. ഒരു വ്യത്യാസമേ ഉള്ളൂ, സ്കൂളുകളിൽ നടക്കുന്ന ടെസ്റ്റിന് കുറച്ച് നിങ്ങളുടെ മാർക്കൊക്കെ കുറഞ്ഞാൽ വഴക്ക് പറയും. ഹോസ്പിറ്റലിൽ നടത്തുന്ന ടെസ്റ്റിന് മാർക്ക് കുറഞ്ഞാൽ വഴക്ക് പറയോ? ഡോക്ടർമാരെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്യും. ആണോ അല്ലയോ? ആവശ്യത്തിനുള്ള മരുന്നൊക്കെ കൊടുത്ത്, എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് എപ്പോഴാണ് ഡിസ്ചാർജ് ചെയ്യുക? അഡ്മിറ്റ് ചെയ്താൽ എല്ലാത്തിലും 100% പെർഫെക്റ്റ് ആയാൽ. ആണോ അല്ലയോ? സ്കൂൾസിൽ അങ്ങനെയല്ല. നിങ്ങൾ എത്ര മോശം പാരാമീറ്റർ ഉള്ളവരായാൽ, ഇപ്പം മാത്സിനൊക്കെ വളരെ കുറച്ച് മാർക്ക് കിട്ടിയാലും നിങ്ങൾ LKG നിന്ന് UKGയിലേക്ക് പോകും. അപ്പം എല്ലാ അസുഖങ്ങളും കൂട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ഭീമാകാരമായ അസുഖമുള്ള കുട്ടികളായിട്ട് മാറും. ആണോ? യെസ് ഓർ നോ? അങ്ങനെ കുറേ അസുഖങ്ങളുള്ള ഒരാളാണ്. 8ാം ക്ലാസ്സിലൊക്കെ ഏറ്റവും മോശം കുട്ടിയായിട്ടൊരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്.
അങ്ങനെയാ ചെയ്യുക സാധാരണ. ഏറ്റവും മോശം കുട്ടിയാൽ ഇപ്പം അങ്ങനെ ഇല്ല. പണ്ടൊക്കെ എന്തായിരുന്നു? ഏറ്റവും മോശം കുട്ടിയാൽ പുറത്താക്കും. സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. സാധാരണ എക്സാമിനേഷൻ നടത്തിയിട്ട് അസുഖം കണ്ടുപിടിച്ചാൽ അഡ്മിറ്റ് ചെയ്യുക ആണോ അല്ലയോ? സ്കൂളിൽ എന്താ ചെയ്തിരുന്ന പണ്ട്? പുറത്താക്കുക, അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാനല്ല. കാരണം അവർക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുട്ടിയുമില്ല. പഠിക്കാൻ പറ്റാത്തതായിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വർക്ക് ചെയ്യേണ്ടെന്ന് വിചാരിക്കാം അല്ലേ? അതൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഏത് കുട്ടിയെയും ഏത് വിഷയവും പഠിപ്പിക്കാം. ഒരുവിധം എല്ലാ വിഷയങ്ങളും ഒരേപോലെ പഠിക്കാൻ പറ്റുന്നവരാണ് എല്ലാ കുട്ടികളും. എല്ലാവരും മിനിമം ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതില്ലാണ്ടാക്കുന്നത് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. ചെറിയ പ്രായത്തിൽ ഓരോ സാധനം കണ്ടാൽ ഇതെടുത്തിട്ട് അതെന്താ ഇതെന്താന്ന് ചോദിക്കാത്ത ഒരു കുട്ടി ഉണ്ടാവില്ല. ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ സാധാരണ LKG, നഴ്സറി, UKG, L കിലോഗ്രാം, U കിലോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ടീച്ചർ ഉപയോഗിക്കുന്ന വാക്കെന്താ? എന്താണ് ഏറ്റവും കൂടുതൽ KG ക്ലാസ്സുകളിൽ ടീച്ചർമാർ ഉപയോഗിക്കുന്ന വാക്കെന്താ? പറയൂ. സൈലൻസ് എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ സൈലന്റ്. ഞാൻ പറയൂ, സംസാരിക്കൂ, ഉത്തരം പറയൂ എന്ന് പറഞ്ഞാലും ആ തുറക്കില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടതാണ്. പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ ക്ലാസ് എടുത്ത് ബോറടിക്കുക. കഴിഞ്ഞ 5 ദിവസം കോട്ടയത്തൊരു സ്കൂളിലായിരുന്നു. മഹാബോറാണ്. ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല. ടീച്ചേഴ്സും റെസ്പോണ്ട് ചെയ്യില്ല. വാ തുറക്കുകയില്ല. ആണോ അല്ലയോ? മാക്സിമം ഇങ്ങനെയാക്കും, അല്ലെ ഇങ്ങനെയാക്കും. പശുവിൻ്റെയും കഴുതകളുടെയൊക്കെ സ്വഭാവമാണ്. വാ തുറക്കണം. ആദ്യം ചെയ്യേണ്ടത് കുട്ടികളൊക്കെ, ഞാനൊക്കെ ചെയ്യാറുള്ളത് സൈലന്റ് ആയിട്ടുള്ള കുട്ടികളെ വയലന്റ് ആക്കി മാറ്റുക. വയലന്റ് ആയിട്ടുള്ള കുട്ടികളെ സൈലന്റ് ആക്കുക. ഒരു മിതത്വത്തിൽ പോകണം. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ഇപ്പൊ ഈ സ്കൂൾ എന്ത് സ്കൂളാണ്? ചിന്മയ. ഏതിന് എഫിലിയേറ്റഡാ? CBSE. ഇപ്പൊ ഇവിടെ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടോ? ഒന്ന് കൈപ്പൊക്കെ ഇല്ലേ? ഏത് ക്ലാസ്സിലാ? 7th. 6th ഉണ്ടോ? 6th 7th കൈപ്പൊക്ക്. 8th കൈപ്പൊക്ക്. ഓക്കെ. നിങ്ങളൊക്കെ ഏത് സ്കൂളിലാ? ഏത് സിലബസാ? CBSE. കൈതാത്തോ? കേട്ടില്ലേ? 6th 7th 8th ഏത് സിലബസിലാ? CBSE. CBSEയുടെ ഫുൾ ഫോം എന്താ? സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 9ാം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാഭ്യാസം. മനസ്സിലാവുണ്ടോ? 9ാം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാഭ്യാസത്തിനാണ് എന്ത് പറയാ? സെക്കൻഡറി എഡ്യൂക്കേഷൻ. അപ്പൊ LKG മുതൽ നഴ്സറി മുതൽ CBSE ആണ്. അങ്ങനെ ഉണ്ടോ? പച്ചയായിട്ട് മനുഷ്യന്മാരെ പറ്റിക്കുന്ന പരിപാടിയാണ് വിദ്യാഭ്യാസം. ഇത് മഹാ തട്ടിപ്പാണ്, ബുദ്ധിമുട്ടാണ്, വിഷമാണെന്നൊക്കെ അറിഞ്ഞിട്ട് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ വേണം. ഏത് ക്ലാസ് വരെ? 7ാം ക്ലാസ് വരെ എന്ന് പഠിപ്പിച്ചു തുടങ്ങിയത്. ആര് പഠിപ്പിച്ചത്? പുതിയ ഒരു കമ്മിറ്റി ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ട്. അബദ്ധവശാൽ എൻ്റെ ചെയർമാനായിരുന്ന കസ്തൂരിരംഗനാണ് അതിന്റെ ചെയർമാൻ. കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. 2019 NEP 2020 എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? ഇല്ലേ? എന്നിട്ട് എന്താ അതിനകത്ത് പറഞ്ഞത്? 7ാം ക്ലാസ് വരെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആവണമെന്നാണ്. ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അവർ NEP കുറിച്ച് സെമിനാറൊക്കെ നടത്തും. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്താൻ പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ എഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വേണം. സ്കൂളിൽ ഒന്നിക്കൽ സ്റ്റേറ്റ് ആവണം, അല്ലെങ്കിൽ CBSE ആവണം. നല്ല ബിൽഡിംഗ് വേണം, വലിയ ക്ലാസ് മുറികൾ വേണം, ടൈം ടേബിൾ വേണം. ഇപ്പൊ സുബോധ്ജി നടത്തുന്ന 11th and 12th ക്ലാസ് ഉണ്ടല്ലോ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. എന്ത് പ്രോഗ്രാമാണ്? ഓപ്പൺ സ്കൂൾ പ്രോഗ്രാമാണ്. ദാറ്റ്സ് ആൻ ഓപ്പൺ സ്കൂൾ പ്രോഗ്രാം.
ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കൊടുക്കുന്നത്. ഞാൻ വരുന്നത് ഹൈദരാബാദിൽ. ഹൈദരാബാദിൽ എഞ്ചിനീയറിംഗിന് പോകുന്നവരൊക്കെ പോകുന്നത് നാരായണ സ്കൂൾസാണ്. എന്താണ്? നാരായണ സ്കൂൾസ്. മെഡിസിന് പോകുന്നവരൊക്കെ ചൈതന്യയിലാണ് പോകുന്നത്. ഈ 2 സ്ട്രീം മാത്രമേ ഉള്ളൂ. സാധാരണ സ്കൂളുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന സ്കൂളുകൾ അവരൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവർ എഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റുമായിട്ടാണ്. പക്ഷെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ക്ലാസ്സുകൾ നടത്താം. മനസ്സിലാവുണ്ടോ പറയുന്നത്? അവിടെ പഠിപ്പിക്കുന്നതോ B.Ed വേണമെന്നില്ല. ഉണ്ടോ? ഈ ഗവൺമെന്റ് റൂളിൽ പഠിപ്പിക്കുമ്പോഴല്ലേ ടീച്ചേഴ്സിന് ആ ക്വാളിഫിക്കേഷനൊക്കെ വേണ്ടത്. അതല്ലാത്തവരും പഠിപ്പിക്കാം. അപ്പൊ ഇപ്പൊ നടക്കുന്നത് ചെറിയ പ്രായത്തിൽ 10ാം ക്ലാസ് എത്തുന്നവരെയൊക്കെ വളരെ ഫോർമൽ എഡ്യൂക്കേഷനും 11th 12th വരുമ്പോൾ ഇൻഫോർമലുമായി. നേരെ തിരിച്ചാണ് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. ആണോ അല്ലയോ? നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ചെറിയ ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള നഴ്സറി റൈം എന്താ? ടിങ്കിൾ ടിങ്കിൾ. വല്ല ആവശ്യമുണ്ട് അത് പഠിച്ചിട്ട്? പറയും. പിന്നെ അടുത്തത് എന്താ? ലണ്ടൻ ബ്രിഡ്ജസ്. എത്ര കൊല്ലായിന്നറിയോ ഫാളിംഗ് ഡൗൺ? ഇതുവരെ താഴെ വീണിട്ടില്ല അല്ലേ? ഫാളിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ വീണുകൊണ്ടിരിക്കേണ്ടതല്ലേ? എന്താ ഇപ്പോഴും വീഴാത്ത? അറിയില്ല. ആരെങ്കിലും ചോദിച്ചോ ടീച്ചറോട്? ചോദിച്ചില്ല. പിന്നെന്താണ് ബാബ 3 bags full? ആ കവിതയുടെ അർത്ഥം എന്താ അറിയോ? 1400കളില് യൂറോപ്പില് ടാക്സ് സിസ്റ്റത്തില് 1 for my master, 30% ഗവൺമെന്റിനും 30% പള്ളിക്കും 30% ഈ നോക്കുന്നാക്കും കൊടുക്കണം എന്നുള്ള ഒരു നിയമം എഴുതിയ പാട്ടാണത്. അത് ആലപ്പുഴയിലെ പിള്ളേർ പഠിക്കേണ്ട വല്ല കാര്യമുണ്ട്? ഇപ്പൊ പറഞ്ഞ് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്? ഒരു ആവശ്യമില്ലാത്ത സംഭവമാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താ കാരണം? ബ്രിട്ടീഷുകാർ എപ്പോഴോ ഭരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. വേറെ ഒരു കാര്യമില്ല. ഇപ്പോ കഴിഞ്ഞ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ കാലം, ഭാഗ്യത്തിന് കോവിഡിന്റെ കാലം, വേറെ അധികം പണിയൊന്നും എനിക്കില്ല, ഇങ്ങനെ യാത്ര ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് എഴുതിയ ഏറ്റവും നല്ല പുസ്തകം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. A to Z of ABCD എന്നാണ്. ഓരോ ചാപ്റ്ററിന്റെയും പേര് A എന്ന് തുടങ്ങി G വരെയുള്ള ചാപ്റ്ററാണ് ഈ ബുക്കിൽ. ഒറ്റ ബുക്കാക്കിയാൽ മതി. A to Z എന്നാണ്. 26 അധ്യായമുള്ള പുസ്തകമാണ്. ഇതെന്തിനാ? GCCSG എന്നാണ്. ഗ്രാൻഡ്മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകുലം എന്നാണ്. എന്താണ് ഗ്രാൻഡ്മ? ഗ്രാൻഡ് മദേഴ്സ് ആണോ അല്ലയോ? ഏറ്റവും കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് ആരെയാ? അമ്മൂമ്മമാരെയാവും അല്ലേ? നമ്മുടെ ടീച്ചർമാരൊക്കെ ആരാവണം ശരിക്കും പറഞ്ഞാൽ? അമ്മൂമ്മമാരാവും. വേണ്ടേ? ഞാൻ പോയ സ്കൂൾസിലൊക്കെ KG മുതലുള്ള കുട്ടികളുടെയൊക്കെ ടീച്ചർമാരെ മാം എന്നൊക്കെ വിളിക്കുന്നു. നിർത്തിയിട്ട് എന്ത് വിളിക്കണം എന്ന് പറയും? അമ്മൂമ്മ എന്ന് വിളിക്കണം. അവരുടെ പ്രായം ബാധകമല്ല. പക്ഷെ എന്താണ് വേണ്ടത്? അമ്മൂമ്മ എന്ന് വിളിക്കുക. എന്താ വ്യത്യാസം എന്നറിയോ? സാധാരണഗതിയില് കുട്ടികളുടെ ചെയർ ഈ വലിപ്പം ഉണ്ടാവില്ലല്ലോ. 1 feet വലിപ്പല്ലേ ഉണ്ടാവും അല്ലേ? ചെറിയ ചെയറാണ്. അതിന്റെ മുകളിലിരിക്കുന്ന കുട്ടിയുടെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണെത്തുന്ന ദൂരം വരെയുള്ള ആ ഹൈറ്റ് നോക്കിയാൽ 1 feet ഉണ്ടാവും. ഇത്രല്ലേ ഉണ്ടാവും? എസ് ഓർണോ? ഇപ്പൊ 2 feetലാണ് അവരുടെ കണ്ണ്. ടീച്ചർ നിൽക്കുമ്പോൾ 2 feetല് ടീച്ചറുടെ ഏത് ഭാഗം കുട്ടികൾ കാണാം? എവിടെയാ കുട്ടികൾക്ക് ശ്രദ്ധ ഉണ്ടാവുക? മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഏതെങ്കിലും ഗ്രാൻഡ് മദർ നിന്നിട്ട് കുട്ടികളെ ഇരുത്തുകയാണോ ചെയ്യാം? അല്ല തിരിച്ചോ? ഗ്രാൻഡ് മദേഴ്സ് ഇരുന്നിട്ട് കുട്ടികൾ ചുറ്റും നിൽക്കുകയാണ് ചെയ്യുക അല്ലെ? അപ്പൊ ക്ലാസ്സുകൾ പോലും മാറ്റണം എന്നാണ്. ഇതൊന്നും നമ്മൾ ആലോചിക്കാറില്ല. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയില്ലായ്മയ്ക്ക് പ്രധാന കാരണം ചെറുപ്പകാലത്തിൽ നമ്മുടെ ക്ലാസ് റൂം അറേഞ്ച്മെന്റ് അടക്കം മോശമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ 2005 യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്ന, ടീച്ചർമാരെ പഠിപ്പിക്കുന്ന ജോലി. ആ സമയത്ത് തന്നെ B.Ed പഠിക്കുന്ന സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ആവാൻ പറ്റിയിട്ടുള്ള, കോളേജിൽ പ്രൊഫസർ ആവാൻ പറ്റിയിട്ടുള്ള 10,000-കണക്കിന് കുട്ടികൾക്ക്, എന്ന് വെച്ചാൽ ആ കുട്ടികളൊന്നും ടീച്ചേഴ്സാണ്, അവർക്കുള്ള ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു. ആ സമയത്ത് എഴുതിയൊരു പുസ്തകമാണ് അഡാപ്റ്റീവ് ലേണിംഗ്. അന്ന് ഞാൻ പറഞ്ഞതാണ് എല്ലാ ക്ലാസ് മുറികളും
മൾട്ടിമീഡിയ ആക്കണം. എന്താ മൾട്ടിമീഡിയ? ക്യാമറയൊക്കെ വേണം, പ്രൊജക്ടർ വേണം, സിനിമ കാണിക്കണം, സംഭവങ്ങളൊക്കെ അങ്ങനെ കണ്ടിട്ടേ മനസ്സിലാക്കാവൂ, ഇന്റർനെറ്റ് ഉപയോഗിക്കണം. പക്ഷെ അതൊന്നും ആരും കേട്ടില്ല. 2005 ആര് കേൾക്കാനാ? പക്ഷെ 15 കൊല്ലം കഴിഞ്ഞു, എന്ത് വന്നു 2020? എന്താ കാരണം? പ്രൊഫസർ കോവിഡ് വന്നപ്പോ എല്ലാരും പഠിച്ചു. ഇല്ലേ? മനുഷ്യന്മാര് പറഞ്ഞാലൊന്നും ആരും കേൾക്കില്ല, ആര് പറഞ്ഞാലേ കേൾക്കുള്ളൂ. ഇതേപോലുള്ള മാറാവ്യാധികൾ വന്നപ്പോ എല്ലാ ടീച്ചർമാരും എന്ത് തുടങ്ങി? ഓൺലൈൻ ക്ലാസ് തുടങ്ങി. പക്ഷെ അതൊക്കെ പൊളി ക്ലാസ്സുകളാണ്, ഒന്നിനും കൊള്ളാത്ത ക്ലാസ്. ശരിക്കും ഇന്ററാക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ വേണ്ടത് നല്ല കണ്ടന്റ് ഉണ്ടാക്കണം. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുമ്പോ ഞാൻ ഒരു നാഷണൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ ഒരു ഫോറത്തിന്റെ ചെയർമാനാണ്. കൽക്കട്ടയിലുള്ള നാഷണൽ എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ ചെയർമാനാണ്. അപ്പൊ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ ഇത്രയും നഴ്സറി, LKG, UKG ടീച്ചർമാർ മാത്രം ഉണ്ടാവും ബംഗാളിലൊക്കെ എന്റെ ക്ലാസ് കേൾക്കാൻ. ചെറിയ ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് അവരെയൊക്കെ പഠിപ്പിക്കും. ഇപ്പൊ ക്ലാസ് മുറികളില് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നെരിയെയും പുലിയെയും ഒക്കെ നിങ്ങളുടെ ഇടയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. എന്താണ്? ഉറക്കെ പറയേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കണം. കാരണം ഫോണിലുണ്ട്, ആ സമയത്തും ബോർഡും ചോക്കും മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മാറണം. എന്താ കാരണം? നമ്മുടെ ലോകം എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളുടെ ലോകമാണ്. ഇപ്പൊ നമ്മുടെ ധാരണ എന്താണ്? നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ലോകത്താണ്. നമ്മൾ ഇപ്പോഴും പറയുന്നത് 21st സെഞ്ചുറി എഡ്യൂക്കേഷൻ എന്നാണ്. എന്താണ് സെഞ്ചുറി എന്ന് പറഞ്ഞാൽ? എത്ര കൊല്ലം? 100 yearsന്റെ ചിന്തയാണോ നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് ഇപ്പൊ വേണ്ടത്? ആണോ? ഇപ്പൊ എല്ലാവരും ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പലയിടത്തും ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോഴും പറഞ്ഞു വി ആർ മൂവിങ് ഇൻ ടു 21st സെഞ്ചുറി. എന്ത് മണ്ടത്തരാന്ന് ആലോചിച്ചു. 21st സെഞ്ചുറി അല്ല നമ്മുടെ എഡ്യൂക്കേഷൻ വേണ്ടത്. എന്താണ്? അടുത്ത 5 വർഷത്തിലെങ്കിലും നിങ്ങളുടെ കുട്ടികൾ, കാരണം 7ാം ക്ലാസ്സിലെ കുട്ടികൾ 12ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ലോകമാകെ മാറിയിട്ടുണ്ടാവും. ഉണ്ടോ ഇല്ലയോ? ആ മാറ്റം നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ വിദ്യാഭ്യാസത്തില് ഗവൺമെന്റ് പോളിസിയൊക്കെ ആയിട്ട് വരുമ്പോൾ കാലം പിടിക്കും. പക്ഷെ എന്റെ ക്ലാസ് മുറികളിൽ എന്റെ കുട്ടികൾക്ക് മാറ്റം വരുത്താൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റും. ഈ സ്കൂളിൽ ഏറ്റവും നല്ല കുട്ടിക്ക് ഒരു അവാർഡ് കിട്ടിയാൽ ഒട്ടനെ സ്കൂള് അത് സെലിബ്രേറ്റ് ചെയ്യും. ആണോ അല്ലയോ? അല്ലേ? ഒരു കുട്ടിക്ക് കിട്ടിയാൽ സ്കൂൾ സെലിബ്രേറ്റ് ചെയ്യും. ആർക്കാ ക്രെഡിറ്റ്? സ്കൂൾ. മണ്ടത്തരാണ്. അവരുടെ പാരന്റ്സിന് മാത്രമേ ക്രെഡിറ്റ് ഉള്ളൂ. എന്റെ ക്ലാസ്സിലെ 40 കുട്ടികൾക്കും അവാർഡ് കിട്ടിയാൽ ആ ക്രെഡിറ്റ് ടീച്ചർക്ക് എടുക്കാം. എന്റെ സ്കൂൾസിലെ എല്ലാവർക്കും അവാർഡ് കിട്ടിയാൽ ക്രെഡിറ്റ് ആർക്ക് പോകും? സ്കൂൾസിന് പോകും. ഒരു കുട്ടിക്ക് മാത്രം കിട്ടിയാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ? പാരന്റിനാണ്. മനസ്സിലാവുന്നുണ്ടോ പറയണേ? നമ്മൾ അതുപോലും ചിന്തിക്കാറില്ല. എല്ലാവരെയും നന്നാക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായം സ്കൂളിൽ ഉണ്ടാവും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ നന്നാക്കാനല്ല, എന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ അവരെയൊക്കെ നന്നാക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് എങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 3 കുട്ടിക്ക് അവാർഡ് കിട്ടിയാൽ പോരാ. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ നന്നായാൽ എന്ത് ചെയ്യാൻ പറ്റും? 63 കുട്ടികളേ ഉള്ളൂ ഗോവയിൽ ആ ക്ലാസ്സിൽ, 10ാം ക്ലാസ്സിൽ. എല്ലാവരും നന്നാവും. ആ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചർക്ക് വലിയ വിവരം ഉണ്ടാണെന്നൊന്നുമില്ല. PT ഉഷയെ ഓടാൻ പഠിപ്പിച്ച നമ്പ്യാർക്ക് PT ഉഷ ഓടുന്ന പോലെ ഓടാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. രാമകൃഷ്ണൻ ആരെ വിവേകാനന്ദ സ്വാമികളാക്കി? നരേന്ദ്രനെ വിവേകാനന്ദ സ്വാമികളാക്കി. എന്തേ രാമകൃഷ്ണൻ അങ്ങനെ ആവാൻ പറ്റാതിരുന്നത്? ആലോചിക്കുന്നുണ്ടോ? അപ്പൊ ഗുരുക്കന്മാരുടെ കഴിവ് എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളെ നന്നാക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ കഴിവുണ്ടാവണമെന്നൊന്നുമില്ല. ഞാൻ ഗോവയിൽ പോയി പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ഹിന്ദി ബെൽറ്റിൽ നിന്ന്, ഹിന്ദി ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഹിന്ദി സംസാരിക്കുന്ന, ജനിച്ചപ്പോഴേ ഹിന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചറാണ് ഹിന്ദി പഠിപ്പിക്കുന്നത്. വലിയ സീനിയർ ആയിട്ടുള്ള നേവിയിലെ ഒരു ഓഫീസറുടെ ഭാര്യയാണ്. അതും കൂടി ആകുമ്പോഴത്തേക്കും തലക്കനം കുറച്ച് കൂടും. ഞാൻ അവിടെ പോയിട്ട് എന്താ കുട്ടികളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം എന്താ? ഹിന്ദിയാണ്. ഞാനോ ഹിന്ദി സംസാരിക്കാതെ ജനിച്ച ഒരു നാട്ടില് 10ാം ക്ലാസ്സിന് ശേഷം ഹിന്ദി തൊട്ടിട്ടേ ഇല്ല. എത്രയോ വർഷങ്ങളായി
പക്ഷെ ഹിന്ദി സംസാരിക്കുന്ന സ്ഥലത്താണ്, ഹൈദരാബാദിൽ ഹിന്ദിയാണ് സംസാരിക്കുക. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പൊ എല്ലായിടത്തും ഹിന്ദി അസലായിട്ട് സംസാരിക്കും. പക്ഷെ എന്ന് വെച്ച് ക്ലാസ് എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. ഉണ്ടോ? മലയാളം നല്ലപോലെ സംസാരിക്കണമെന്ന് നിങ്ങൾ മലയാളം പഠിപ്പിക്കാൻ പറ്റും? ഇല്ല. പക്ഷേ 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം എന്താണ്? അവർ പറഞ്ഞു ഹിന്ദിയാണ്. ആദ്യം വലിയ ഈഗോ ഒക്കെ ആയിട്ട് എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയ ടീച്ചർ അവസാനം എന്നെ കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ട് ഹിന്ദിയിൽ. നിങ്ങൾ കേൾക്കണം. ഡോക്ടർ TPS, എൻ്റെ പേരെന്താണ്? ഡോക്ടർ TPS. അതാണ് സുബോധ് പറഞ്ഞ ടീച്ചേഴ്സ് പാരന്റ് സ്റ്റുഡൻസ്. TPS, ഡോക്ടർ TPS ഹിന്ദി ഗോവ എന്ന് അടിച്ചു നോക്കാം, നിങ്ങൾ കാണും. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണും. ടീച്ചർ അസലായിട്ടൊരു കവിത എഴുതി. ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാല്ലേ? നമ്മൾ പഠിക്കല്ല വേണ്ടത് കുട്ടികളെ. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പൾ എന്താ പറഞ്ഞത്? ബൈ ഹാർട്ട് പഠിക്കണമെന്നോ പഠിക്കണ്ടോ? പഠിക്കണ്ട. പക്ഷെ മലയാളത്തിൽ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചോ നിങ്ങള്? മനസ്സിലാക്കി പഠിക്കണം എന്നാണ്. മനസ്സിൽ ആക്കി പഠിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ലേൺ ബൈ ഹാർട്ട് എന്നാണ്. പറഞ്ഞ സംഭവം മനസ്സിലായോ? ലേൺ ബൈ, ഡോണ്ട് ലേൺ ബൈ ഹാർട്ട് ബട്ട് ലേൺ ബൈ ഹാർട്ട്. മനസ്സിൽ ആക്കി പഠിക്കണം. പാരന്റ്സിനാണോ ബുദ്ധി കൂടുതൽ, മക്കൾക്കാണോ? ആർക്കാ എളുപ്പം പഠിക്കാൻ പറ്റുക? കുട്ടികൾക്കാണോ പാരന്റ്സിനാണോ? ഉറപ്പാണോ? നമുക്കൊരു കോമ്പറ്റീഷൻ വെച്ചാലോ? അടുത്തിരിക്കുന്നില്ലേ പാരന്റ്സ്? ഉണ്ടോ ഇല്ലയോ? പാരന്റ്സിനാണോ കൂടുതൽ എളുപ്പം പഠിക്കാൻ, അല്ല മക്കൾക്കാണോ നോക്കാം. യെസ്. എൻ്റെ ടെലിഫോൺ നമ്പർ ഞാൻ പറയാം. ആരും എഴുതരുത്. നിങ്ങൾ ആരും എഴുതുന്നില്ല, അത് കുട്ടികളുടെ സ്വഭാവം അല്ലല്ലോ. സാധാരണ പണിക്ക് വരുമ്പോൾ ആൾക്കാർ എന്തുണ്ടാവും കയ്യില്? കിളക്കാൻ വിളിച്ചാൽ തൂമ്പ കൊണ്ടുവരും, ഇല്ലേ? കാട് വെട്ടാൻ വിളിച്ചാൽ കത്തി കൊണ്ടുവരും. ക്ലാസ്സിൽ വരാൻ പോകുന്ന പിള്ളേരൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആണോ അല്ലയോ? അത് കാണുമ്പോഴേ നമുക്ക് ശീലം മനസ്സിലായി നിങ്ങളുടെ. കാരണം എല്ലാ ടീച്ചർമാരും എന്താ പറയാ, ക്ലാസ്സിൽ ശ്രദ്ധിക്ക്, എന്നെ നോക്ക് എന്നൊക്കെയാ പറയാ. ഞാൻ അങ്ങനെയല്ല പറയാ. നിങ്ങളുടെ നോട്ട്ബുക്ക് നോക്കൂ, പേന എടുക്കൂ, എഴുതൂ എന്നാ പറയാ. ഇത് പറയുമ്പോഴും എടുത്തിട്ടില്ല, കാരണം ആ ശീലമില്ല. ഇതല്ലേ എടുക്കൂ, എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോ തന്റെ നോട്ടിന്റെ പടം എടുക്കും. ആലപ്പുഴയിലൊക്കെ വല്ലാണ്ട് പിള്ളേരെ അടിച്ച് പഞ്ചറാക്കിയിട്ടുള്ള ആളാണ് ഞാൻ. നല്ലോണം അടിയിട്ടുണ്ട് പിള്ളേർ. ഇപ്പൊ കഥ പറയായിരുന്നു, നിങ്ങളുടെ വയനാട്ടിലെ ഓണറോട് പറയായിരുന്നു. ഇവിടെ ഒരു കുട്ടിയെ നല്ലപോലെ അടിച്ചു കഴിഞ്ഞപ്പോ രാത്രി മുത്തശ്ശനും മുത്തശ്ശിയും രണ്ടാളും ഫോൺ എടുത്തിട്ട് എന്നെ വിളിക്കാം, എന്റെ കൊച്ചുമകനും നിങ്ങൾ എങ്ങനെ അടിച്ചത്? ഞങ്ങൾ ടീച്ചറായിരുന്നു, 40 കൊല്ലം ടീച്ചറായിട്ടുള്ള ആളാണ് ഞങ്ങള്. അപ്പൊ വെച്ചിട്ട് മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? 2 ടീച്ചർമാരാണ്. അപ്പൊ വീട്ടിൽ എത്ര ടീച്ചർമാരുണ്ട്? 4 പേരുണ്ട്. ഈ 4 ടീച്ചർമാരുടെ എന്റെ ഈ ടീച്ചർ അടുത്തേക്ക് അയച്ചതെന്ന് ചോദിച്ചാൽ, വീട്ടിൽ 4 ടീച്ചർമാരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഇതൊക്കെ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ എന്റെ അടുത്തേക്ക് അയച്ചത്? B.Ed പോലും ഇല്ലാത്ത എന്റെ അടുത്തേക്ക് എന്തിനാ? പറഞ്ഞാൽ കേൾക്കണില്ല, അതാണ് കുഴപ്പം. പറഞ്ഞാൽ കേട്ടിട്ട് കാര്യമില്ല. പേന എടുത്തില്ല, എഴുതേണ്ട സ്വഭാവമില്ല എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ പറയും. എടുക്കൂ, എഴുതൂ എന്ന് പറഞ്ഞാൽ എഴുതും. പക്ഷെ അത് എടുക്കണ്ട, എഴുതണ്ട എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ നമ്പർ ഒഴികെ ബാക്കിയൊന്നും എഴുതരുത്. ഞാനിപ്പം നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്റെ നമ്പറാണ്. എല്ലാരും കൈ ഇങ്ങനെ കാണിക്കുക. ഒരു പ്രാവശ്യമേ പറയൂ. എത്ര പ്രാവശ്യം പറയും? അമ്മമാരും എല്ലാരും ഇപ്പൊ പഠിക്കാൻ പോകണം. ആരാണ് ആദ്യം പഠിക്കുക എന്നാണ് കോമ്പറ്റീഷൻ. 10 നമ്പറല്ലേ ഉള്ളത്. 10 നമ്പർ ഒരു പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുമോ? ഇതേ സ്വഭാവം. ഞാൻ കേരളത്തിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ, നമ്മള് സയന്റിസ്റ്റ് ആവാൻ ഇന്റർവ്യൂവിനൊക്കെ വരുമല്ലോ, ബിടെക് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കുമോ? അപ്പോയിന്റ്മെന്റ് അല്ല, ഡിസപ്പോയിന്റ്മെന്റ് ആ തരിക. അമേരിക്കയിലൊക്കെ ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് കിട്ടും, സാറ്റർഡേ സൺഡേ ഒക്കെ. ഈ സ്വഭാവം മാറ്റുക. യെസ്, നോ, ഉറക്കെ കേട്ടോ? ഒരാരോഗ്യമില്ല. ഇതെന്താ ആലപ്പുഴ പണ്ടിങ്ങനെ എന്തായിരുന്നു? കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഫെബ്രുവരിയിൽ ഇതിനേക്കാളും ആരോഗ്യമുള്ള പിള്ളേരുണ്ട്. യെസ്, ഉറക്കെ ഉറക്കെ. യാ, ഏത് ചോദ്യത്തിനും എന്ത് ചെയ്യണം? ഉറക്കെ ഉത്തരം പറയാം. ഉറക്കെ പറയാത്ത എപ്പോഴാ? ഒരു ധൈര്യം ഇല്ലാത്തത്. എന്തിനാ ഭയപ്പെടണേ?
സുബോധ് നടത്തുന്ന പ്രോഗ്രാമും യു സ്കൂളും ഒക്കെ നടത്തുന്നതാരാ? ചിന്മയ സ്കൂളിന്റെ ഓണർ ആരാ? ഇവിടെ വരുന്ന ഓരോ കുട്ടികളുമാണ്. അവരുടെ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്ന ആരാ? ഓരോ കുട്ടികളും കൊടുക്കുന്ന ഫീസാണ്. ആണോ അല്ലയോ? അപ്പൊ ആരാ ശരിക്കും സ്കൂളിൽ മാസ്റ്റേഴ്സ്? കുട്ടികളാണ്. ആരാ സർവൻസ്? മാഷന്മാരാണ്. തിരിച്ചൊന്ന് ചിന്തിക്കണം നിങ്ങൾ. ആണോ അല്ലയോ? ആര് കൊടുക്കുന്ന കാശിലാണ് അവർ പണിയെടുക്കുന്നത്? ഇപ്പൊ കാശ് കൊടുക്കുന്ന ആളല്ലേ ഓണർ? യെസ് ഓർ നോ? അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഓണർ ആരാ? കുട്ടികളാണ്. അപ്പൊ ഞാൻ എന്തിനാ ഇവിടെ വന്നത്? ഇത് കൊളാക്കാൻ. എന്താക്കാനാണ്? ക്ലാസ് ആകെ കൊളാക്കാനാണ്. എന്താ കുളം? എന്താണ് കുളം? എന്തിനാ കുളത്തിൽ പോവാ നമ്മള്? എന്തിനാ കുളിക്കണേ? വൃത്തിയാവാൻ. അപ്പൊ ഈ ക്ലാസ് കൊളാക്കോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും കുറച്ച് വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നത്. മലയാള ഭാഷയുടെ പ്രത്യേകത കണ്ടോ? നമ്മൾ തെറ്റായിട്ട് പറയുന്നതൊക്കെ ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവുണ്ടോ? പക്ഷെ നമ്മൾ കേൾക്കുകയേ ഉള്ളൂ, എന്ത് ചെയ്യില്ല? ആലോചിക്കില്ല. പഠിക്കാനുള്ള മാർഗം എന്താണ്? കേട്ടാ പോരാ, എന്ത് ചെയ്യണം? ആലോചിക്കണം. ഒരാളുടെ നമ്പർ പറയുമ്പോൾ കേട്ടാ പോരാ, എന്ത് ചെയ്യണം? ആലോചിക്കണം. ഫൈൻ. ആലോചിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളോട് തന്നെ ഒരു പ്രാവശ്യം പറയണം. അങ്ങനെ പറയുമ്പോഴത്തേക്കും കുറച്ച് ഭാഗം മനസ്സിലാവും. പഠിച്ചു തീർക്കല്ല, വായിച്ചു തീർക്കല്ല വേണ്ടത്. നിർത്തി നിർത്തി നിർത്തി. ലേൺ ബൈ ഹാർട്ട്. നോക്കാം. 10 നമ്പർ ഒരു പ്രാവശ്യമേ പറയുള്ളൂ. ഞാൻ ഇടയിൽ വന്ന് ചോദിക്കും. ചില സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഞാൻ ഓട്ടം വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ടാ ചോദിക്കുക. ഉറപ്പാണോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലെങ്കിൽ 4 വിരൽ ഇവിടെ പതി. ദന്തിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകാൻ വണ്ടി ഏർപ്പാടാക്കും. ഏറ്റു? യെസ്. 950. മനസ്സിലേ പറയാവൂ. മനസ്സിൽ ആക്കി പഠിക്കാം. ആദ്യത്തെ 3 നമ്പർ പഠിച്ചില്ലേ? 20. 5 നമ്പറും പഠിച്ചില്ലേ? യെസ്. യെസ് എന്ന് പറഞ്ഞാൽ ഇത് മറന്നു പോകുന്നില്ല. യെസ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ അങ്ങോട്ട് പോയി പോവായിരുന്നു. പറയേ യെസ് ഓർണോ? 5 പഠിച്ചില്ലേ? 388. ഇപ്പൊ 7 നമ്പറും പഠിച്ചോ? 8 നമ്പർ പഠിച്ചോ? 7 നമ്പർ പഠിച്ചോ? യെസ് എന്ന് പറയും. അത് പറ്റില്ല. എപ്പോ പറഞ്ഞാലും ശ്രദ്ധ ഇവിടെ ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യും? 7 എത്ര പഠിച്ചത്? 8. 75. ഒരു സംശയം ഉണ്ടാവും, കറക്റ്റ് ആണോ അല്ലയോ? എന്തോ ഇല്ലയോ? എന്ത് ചെയ്യണം? അടുത്തിരിക്കുന്ന ആളോട് പറയാം. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യും. കഴിഞ്ഞു സംഭവം. നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ഇല്ല. മനസ്സിലാവുണ്ടോ? എന്ത് ചെയ്യണം? നിർത്തി നിർത്തി ആലോചിച്ച് വായിച്ച് പഠിച്ചു എന്ന് ഉറപ്പുവരുത്താൻ ആരോട് പറയണം? ആരോടെങ്കിലും പറയണം. ഇപ്പൊ കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, ഒരു പാരഗ്രാഫ് വായിച്ചാൽ ഒരു ലൈൻ എഴുതാൻ പറ്റണം. ഒരു പേജ് ഫുൾ വായിച്ചാൽ ഒരു പാരഗ്രാഫ് എഴുതാൻ പറ്റണം. ഒരു ചാപ്റ്റർ വായിച്ചാൽ ഒരു പേജെങ്കിലും എഴുതാൻ പറ്റണം. അങ്ങനെ പറ്റിയാൽ നിങ്ങൾ ഫാസ്റ്റ് ലേണേഴ്സ്. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കഴിവാണ് പാരഫ്രൈസിങ്. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിക്കും. എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണമെങ്കിൽ മനസ്സിൽ തന്നെ ചെയ്യണം. മാത്തമാറ്റിക്സ് ഒക്കെ എഴുതിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? മനസ്സിൽ ചെയ്യണം. നമ്മുടെയൊക്കെ ധാരണ മാത്സിലൊക്കെ പഠിക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. കോമിക്കലും ട്രോൾ ചെയ്തിട്ടും ഇല്ലേ? ട്രിഗണോമെട്രി പഠിച്ചിട്ട് എന്താ കാര്യം? a - b × a + b = a² - b². എന്തിനാ പഠിക്കണേ? തിലകൻ ചോദിച്ചോല്ലോ, എന്തിനാ പഠിക്കണേ? ഒക്കെ വെറുതെ പഠിക്കുക. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇല്ലല്ലോ. 32 × 28 എത്രയാ? 32 × 32 × 28 എത്രയാ?
ഞാൻ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? 28, 30 - 2, 32, 30 + 2. ഞാൻ ചോദിച്ച 30 - 2 × 30 + 2, a - b × a + b ആണ്. ഉത്തരം a² - b². 30² എന്ന് പറഞ്ഞാൽ 900, -2² എന്ന് പറഞ്ഞാൽ 4, 896. അപ്പൊ മാത്സിലെ ഫോർമുല എന്തിനാ പഠിക്കണേ? ഒരു കാര്യമില്ല, വെറുതെ പഠിക്കണേ. എന്താ കാരണം? ഈ പഠിപ്പിക്കുന്ന ടീച്ചർക്കും ഇതെന്തിനാ പഠിപ്പിക്കണ മനസ്സിലാവുണ്ടോ? അപ്പൊ എന്തിനാ പഠിക്കണത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഓരോ ചെറു ചെറു വസ്തുവിലും ഉറക്കെ ചൊല്ലും. പോരാ, ഉറക്കെ. ഓരോ ചെറു ചെറു വസ്തുവിലും വിരൽ തൊട്ട് തൊട്ടങ്ങ് ചോദിക്കൂ, എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക്? ചോദിക്കാം. ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോഴും ഇതെങ്ങനെ കിട്ടി, എന്തിനാ പഠിക്കണേ? എന്തിന ധീരത? ഒരു ധൈര്യമില്ല, പിന്നെ ഇങ്ങനെ ധീരതയെ കുറിച്ച് ഉറക്കെ. എന്തിന ധീരത? ഇപ്പോൾ തുടങ്ങണം, എല്ലാം നിങ്ങൾ പഠിക്കണം, തയ്യാറാവണം ഇപ്പോൾ തന്നെ, ആജ്ഞാശക്തിയായി മാറിയിടാൻ. മനസ്സിലാവുണ്ടോ? എന്താ നിങ്ങളുടെ ആയുധം? എന്താ ആയുധം? പേനയും പേപ്പറും എടുക്കുക. ആയുധം എടുത്തിട്ട് ഓരോ വാക്കും, ഇപ്പൊ എന്തിന് ധീരത ... എന്നിട്ടാൽ ഓ എന്തോ ഒരു കവിത ചൊല്ലില്ല, അതെന്താണ്? അത് നന്നായിട്ടോ, പക്ഷെ ഓർമ്മ ഉണ്ടാവില്ല. ഉണ്ടാവോ? ഇപ്പൊ ഓർമ്മയുണ്ടാവും, കുറച്ച് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും പറയുമ്പോൾ ഇതങ്ങോട്ട് മറക്കും. അത് ഓർക്കാൻ എന്ത് ചെയ്യണം? ഒരു പോയിന്റ്, എല്ലാത്തിനും ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ എഴുതി കുറിച്ചിടണം. മനസ്സിലായോ? ആ എടുക്കാനുള്ള, ആ പോയിന്റ് എഴുതാനുള്ള കഴിവിനെയാണ് നോട്ട് ടേക്കിംഗ് എന്ന് പറയുന്നത്. എന്താണ്? എല്ലാം ഉണ്ട്, എവിടെ? ഇന്റർനെറ്റിലുണ്ട്. പക്ഷെ എന്താ ചോദിക്കേണ്ടതെന്ന് അറിയണ്ടേ? എവിടെയാ തപ്പണ്ടതെന്ന് അറിയണ്ടേ? അതിനെന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട അദ്ദേഹം ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്കൂൾ വെബ്സൈറ്റ് നോക്കി, ആ വെബ്സൈറ്റ് എടുത്തു, എന്നിട്ട് ചോദിച്ചു ഇത് തന്നെയാണോന്ന് അതെനിക്ക് തന്നെ അയച്ചു വെച്ചു. അല്ലെങ്കിൽ എന്ത് പറ്റും? ഏതോ സ്കൂളിന്റെ പേര് പറഞ്ഞു, വയനാട്, ഏതോ സ്കൂള് അറിയില്ല, തപ്പി സമയം കളയും. എത്ര സമയം കളയുന്നറിയോ? ഇപ്പൊ ചെലവഴിക്കുന്ന 1 സെക്കൻഡ് അത് കൃത്യമായിട്ട് ചെലവഴിച്ചില്ലെങ്കിൽ പിന്നെ കുറേ സമയം ചെലവഴിക്കും. കാരണം ഇപ്പോഴത്തെ കാലം സെഞ്ചുറി അല്ല, ഞാൻ എന്താ പറഞ്ഞത്, ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കുറേ ഇൻഫർമേഷൻസ് വരുന്ന വലിയ ലോകമാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണം? ടീച്ചർമാർ തരുന്ന നോട്ട് മാത്രം പോരാ, എവിടെയൊക്കെ എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ എടുക്കാൻ നമുക്ക് സാധിക്കും. ആ എബിലിറ്റിയാണ് നോട്ട് ടേക്കിംഗ് എബിലിറ്റി. എന്താണ്? ടേക്ക് നോട്ട്സ്. അത് പറയുമ്പോ ടേക്ക് നോട്ട്സ് എഴുതണം. ആരും എഴുതണില്ല. നിങ്ങൾക്ക് ഈ കഴിവുണ്ടാവില്ല. ഈ 6 ദിവസം 10 ദിവസം 12 ദിവസം കുറെ സയന്റിസ്റ്റുകൾ ഇവിടെ വന്ന് കുറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവും, പക്ഷെ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിൽ പതിയില്ല. എന്താ പതിയാത്തതിന് കാരണം? നോട്ട് എഴുതിയിട്ടില്ല. നിങ്ങൾ നോട്ട് എഴുതിയാൽ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഈ നോട്ട് മാത്രം നോക്കിയാൽ മതി ഡോക്ടർ TPS എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാം. അതല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ TPS പോലും എഴുതില്ല. എന്തെഴുതും? 95020 എന്നൊക്കെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് നാളെ പ്ലംബറെ വിളിക്കാൻ വരുമ്പോ എന്ത് ചെയ്യും? എവിടെയോ ഒരു നമ്പർ എഴുതി. ഇഷ്ടംപോലെ കോൾ വരാറുണ്ട് കേരളത്തിൽ നിന്ന്. ഇന്നലെ തേങ്ങ ഇടാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇയാൾ വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കും, എവിടുന്ന വിളിക്കണം? ആലപ്പുഴയിൽ. പണ്ട് വന്നിരുന്നു ഞാൻ തേങ്ങ ഇടാൻ, ഇപ്പൊ ആ പണി നിർത്തിയെന്ന് പറഞ്ഞു. കാരണം ഒരു സംഭവം എഴുതുള്ളൂ, ഫുൾ എഴുതില്ല. ഇത് എവിടെയാ എഴുതിയെന്നുള്ള കഷ്ണം മാത്രം. പാടില്ല. നിങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുന്ന സംഭവം ഇപ്പൊ എഴുതാം, പക്ഷെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഒരു പ്രാവശ്യം കൂടെ നോക്കിയിട്ട് അതൊക്കെ ഫില്ല് ചെയ്യണം. അതിന് നോട്ട് മേക്കിംഗ് എന്നാ പറയാ. എന്താ പറയാ? 2 സ്വഭാവം, നോട്ട് ടേക്കിംഗ്, നോട്ട് മേക്കിംഗ്. എല്ലാ പേരൻസിലുള്ള ഒരു കംപ്ലൈന്റ് ഞാൻ പറയട്ടെ, മക്കൾ വെറുതെ ഫോണിൽ സമയം കളയുന്നു. ആണോ അല്ലയോ? ഒരു കുഴപ്പമില്ല. ഞാൻ കുറേ സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് അതിനകത്ത് സമയം കളയുന്നതാണ്. പക്ഷേ ഓരോ സമയവും അരമണിക്കൂർ ചെലവഴിച്ചാൽ അതിൽ നിന്നൊക്കെ ഒരു നോട്ട് എൻ്റെ കയ്യിലുണ്ടാവും.
അപ്പൊ മക്കൾക്ക് ഫോൺ കൊടുക്കുക 1/2 മണിക്കൂർ, എന്നിട്ട് ചോദിക്കുക ആ 1/2 മണിക്കൂർ ഫോൺ എന്തിനാ ഉപയോഗിച്ചതെന്ന് ഒരു പേജിൽ എഴുതി തരാൻ പറയാം. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ പറയാൻ പറ്റാത്തടത്തൊക്കെ കാണാൻ പറ്റുമോ? എഴുതണ്ടേ? കുറച്ച് സമയക്കാൻ ചെലവഴിച്ചാലും ഇത് എഴുതാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണണ്ടേ? അത് മതി. അപ്പൊ നമുക്ക് ഈ മീഡിയയിൽ നിന്നും പുറത്തു പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്ത് പഠിക്കണം? ഇതെങ്ങനെ ഡയറക്റ്റ് ചെയ്യണം എന്ന് പറയാൻ പറ്റും. ഞാൻ സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്, കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വരുന്ന ഏറ്റവും കൂടുതൽ പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടികളുടെ മീഡിയയിലെ അഡിക്ഷൻ എങ്ങനെ മാറ്റും. നമ്മൾ അഡിക്ഷൻ മാറ്റരുത്, അവർ ഫുള്ളി അഡിക്റ്റഡ് ആവണം, ഫുൾ ടൈം ഇതിനകത്ത് ഇരുന്നോട്ടെ. പക്ഷെ എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് എന്തൊക്കെ പഠിച്ചു എന്നുള്ളതിന്റെ നോട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് അയക്കാൻ പറയും. കാരണം എനിക്ക് എളുപ്പം, അങ്ങനെ കുറെ കുട്ടികൾ അയക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പേരും കിട്ടുന്ന എനിക്ക്. ഇവരൊക്കെ പഠിക്കുന്നതിന്റെ നോട്ട് എന്റെ കയ്യിലെത്തില്ലേ? അപ്പൊ എനിക്ക് എളുപ്പമല്ലേ? ഇന്നത്തെ ന്യൂസ് പേപ്പർ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വായിക്കേണ്ട കാര്യമില്ല, പലരും വായിച്ചിട്ട് അത് എനിക്ക് അയച്ചു. മനസ്സിലാവുണ്ടോ? മന്ത്രിമാരൊക്കെ എത്രയാ PA വെക്കുക ഇത് ചെയ്യാനായിട്ട്. നമ്മൾ കാശ് കൊടുക്കാണ്ട് പിള്ളേർ അങ്ങനെ ചെയ്തു തരും നമുക്ക്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന എന്റെ കുട്ടികളാണ്. അങ്ങനെ ചെയ്യണം. ഇതേ ഇൻസ്പയർ ലേണിംഗിന്റെ കുട്ടികളായിരുന്ന രേഷ്മ എന്നൊക്കെ പറയുന്ന കുട്ടിയൊക്കെ രാവിലെ ന്യൂസിന്റെ ബ്രീഫ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയക്കുമായിരുന്നു. അങ്ങനെയാണ് നല്ല പ്രസന്റേഷൻ. അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കൊല്ലത്ത് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരും, അമ്മയും അച്ഛനും മോളും കൂടി. ബാക്കി എല്ലാ പ്രൊഫസർമാരും ടീച്ചർമാരുമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ എന്ത് ചെയ്യും? രേഷ്മ ഇവിടെ വാ, എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അവർ പ്രൊഫസർമാർക്ക് മുമ്പിലൊക്കെ അവൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ നമ്മുടെ പിള്ളേർക്ക്? ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്കാൻ സാധിക്കണം നമുക്ക്. ആ കഴിവ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ലോകത്താവണം? 21st സെഞ്ചുറിയിലല്ല വേണ്ടത്. എന്താണ്? 3rd ഡെക്കേഡ്. ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 10 വർഷം. 2020നും 2030നും ഇടയിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഈ കാലഘട്ടത്തിൽ എങ്ങനെ പഠിക്കണം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഞാൻ എഴുതിയ ബുക്കാണ് നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി 3-2-1 വേൾഡ്. ഈ വേൾഡിന്റെ പേരെന്താണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന? 3-2-1 വേൾഡ്. 3-2-1 വേൾഡ്. 3rd ഡെക്കേഡ് ഓഫ് 21st സെഞ്ചുറിയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ആ സമയത്ത് അഡാപ്റ്റീവ് ലേണിംഗ് എങ്ങനെ പഠിക്കണം. ഇങ്ങനെയൊക്കെ പഠിച്ചാൽ നമുക്കാവാം. അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയി. ശ്രീലങ്കയിൽ പോയ സമയത്ത് ശ്രീലങ്ക ഈസ് ലേണിംഗ്. ഏത് മെത്തഡോളജിയിൽ? എന്റെ മെത്തഡോളജി 3-2-1 ലേണിംഗ് ഇൻ ശ്രീലങ്ക. കാരണം അവിടുത്തെ വിദ്യാഭ്യാസം കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇന്ത്യയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പോഴും ബ്രിട്ടീഷ് സിസ്റ്റമാണ്. നമ്മളിപ്പോ അറ്റ്ലീസ്റ്റ് ചിലരെങ്കിലും ചേട്ടാ അങ്കിൾ എന്നൊക്കെ വിളിക്കും, ഇല്ലേ? അവിടെ എല്ലാവരും വിളിക്കുന്നത് എങ്ങനെയാ? ബ്രിട്ടീഷുകാർ പണ്ട് പഠിപ്പിച്ച പോലെ സർ മാഡം എന്ന് മാത്രമേ വിളിക്കൂ. അപ്പൊ എന്നെ എങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല, എന്നെ സാറിന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചിന്മയ വിദ്യാലയത്തിലൊക്കെ സാറിന് വിളിക്കാനേ പാടില്ല. കാരണം ചിന്മയൊന്നും അതല്ല പഠിപ്പിച്ചത്, ആണോ? ഭാരതീയ സിദ്ധാന്തം പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. നമ്മൾ കണ്ടക്ടറെയും വിളിക്കും സാറെന്ന്, പ്രൊഫസറെയും വിളിക്കും സാറെന്ന്. പ്രൊഫസറാണ്, ഡോക്ടറാണ്, അഡ്വക്കേറ്റ് ആണ്. ആ പ്രൊഫഷനിലുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ വിളിക്കാവും. MP തന്നെ വിളിക്കണം, സാറിന് വിളിക്കാൻ പാടില്ല. മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് എത്രയോ വലിയ ലെവലാണ്, അല്ലേ? ഈ ഭാഗത്ത് ഒരാളല്ലേ ഉള്ളൂ, KC വേണുഗോപാലല്ലേ ഉള്ളൂ. എന്റെ ക്ലാസ്മേറ്റാ, ഞങ്ങൾ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാ, എന്റെ ബന്ധുവും കൂടിയാണ്. അദ്ദേഹത്തെ MP എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. MP സാറൊന്നും വേണ്ട. കാരണം MP എന്ന് പറയുന്നത് വലിയൊരു പദവിയാണ്. അമേരിക്കയിലൊക്കെ മിസ്റ്റർ MP എന്നേ വിളിക്കുള്ളൂ. മനസ്സിലാവുണ്ടോ? അമേരിക്കയിലൊക്കെയാണ് നിങ്ങളുടെ നാളെ നോട്ടമെങ്കിൽ, പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് എല്ലാവരെയും സാർന്ന് വിളിക്കാം. ഇപ്പൊ അമേരിക്കയിലാണ് നമ്മുടെയൊക്കെ നോട്ടം. അവിടെ ആരെങ്കിലും സാർന്നോ മാഡെന്ന് വിളിച്ച ഉടനെ കമ്പനി പുറത്താക്കും. കാരണം അവർക്ക് ഇഷ്ടമല്ല ബ്രിട്ടീഷ് സ്റ്റൈൽ. അവർ പേരേ വിളിക്കാവും. ഞങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ അങ്ങനെയാണ്. സാരാഭായി ഒക്കെ എല്ലാവരെയും പഠിപ്പിച്ചുള്ള പേര് വിളിക്കണം. ഞങ്ങൾ സാരാഭായ് സാർ എന്ന് പറയാറില്ല, ഉണ്ടോ? മോദി സാർ എന്ന് പറയാറുണ്ടോ? അപ്പൊ പേര് വിളിച്ചാൽ ബഹുമാനം ഇല്ലാണ്ടായി പോകും. അങ്ങനെയാണ് കൃഷ്ണനെയൊക്കെ കൃഷ്ണൻ സാർ എന്നൊക്കെ വിളിക്കണ്ടേ? അമ്പലത്തിലൊക്കെ പോയിട്ട് കൃഷ്ണൻ സാറേ ശിവൻ സാറേ എന്നൊക്കെ വിളിക്കുന്നത് ബഹുമാനം കൊണ്ടൊന്നുമല്ല. പക്ഷെ പണ്ട് ബ്രിട്ടീഷുകാരത്തുള്ള ഒരു സാധനം ഇപ്പൊ നമ്മള് പുരുഷ സ്റ്റൈലിലുള്ള ഭഗവാനെയൊക്കെ വിളിക്കും. എന്താണ്? ലോർഡ് ശിവ കേട്ടിട്ടുണ്ടല്ലോ, ലോർഡ് കൃഷ്ണ. യെസ് ഓർ നോ? ഈ ലോർഡ് എവിടെ നിന്ന് വന്നു? ബ്രിട്ടീഷ് എന്ന് വന്നു. എന്നിട്ട് നമ്മുടെ ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ലോർഡും ചേർന്നു. ലോർഡ് അയ്യപ്പ. വെബ്സൈറ്റിൽ പോയി നോക്ക്, കാണാം. എന്നാ പിന്നെ നാളെ മുതൽ പിന്നെ ദുർഗയുടെ അടുത്തൊക്കെ പോയിട്ട് എന്ത് പറയണം? ലേഡി ദുർഗാമ. അത് പറയില്ല, കാരണം അവിടെ ആരോ കൊടുക്കാൻ മറന്നുപോയി.
നമ്മൾ എന്തിനാ ഇത് പറയുന്നത് അറിയോ? നമ്മൾ ചിന്തിക്കുന്നില്ല. എന്ത് ചെയ്യണം? ഇന്നു മുതൽ ഓരോ വാക്കും കൃത്യമായിട്ട് ചിന്തിക്കുക. ഇത് ശരിയാണോ? ഇങ്ങനെയാണോ പറയേണ്ടത്? ഇതാണോ യഥാർത്ഥ പഠനം? അത് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാ പോയിന്റ്സും എടുത്തിട്ട്, എല്ലാ വാക്കുകളും എടുത്തിട്ട് എവിടെ അർത്ഥം തേടണം? ഡിക്ഷണറിയിൽ. അത് പഴയ ഡിക്ഷണറിയിലൊന്നും കാണില്ല. ഇപ്പൊ 3-2-1 വേൾഡ് ഡിക്ഷണറിയിൽ കാണുകയില്ല. കാരണം അങ്ങനെ ഇല്ല. ഞാൻ ഇട്ട വേർഡാണത്. ഇപ്പൊ ഗൂഗിളിൽ പോകണം. അപ്പൊ ഏറ്റവും നല്ല ടീച്ചർ ആരാ ലോകത്ത്? ഗൂഗിളാണ്. പക്ഷെ അവിടെ നമ്മളിപ്പോ കാണുന്നത്, ഇപ്പൊ ടീച്ചർ പറഞ്ഞ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നാണ് പുതിയ നിയമം. പണ്ട് UNDP ആയിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. ആ UNDP നടക്കാതിരുന്നപ്പോൾ യുണൈറ്റഡ് നേഷൻ എന്ത് ചെയ്തു? പുതിയ പേരിട്ടിട്ട്, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയാറില്ല, അതുപോലെ ഇട്ട പേരാണ് എന്ത് സാധനം? SDG. അതിനെപ്പറ്റി ഞാൻ എഴുതിയൊരു ബുക്കാണ് സനാതന ധർമ്മ ഗോൾസ്. SDG തന്നെയാണ്. ഇത് പണ്ടേ ഉള്ള സംഭവമാണ്. വിദ്യാഭ്യാസം നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതിനെന്ത് ചെയ്യണം? എപ്പോ എഴുന്നേക്കണം? എല്ലാ പാരന്റ്സും, അമ്മമാര് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം മക്കളോട് പറയുന്നത് വലിയ കള്ളത്തരം. മക്കളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ആദ്യം പറയുന്ന കള്ളത്തരം? മോളെ സമയത്തിന് 7 മണിയായി എഴുന്നേക്കെന്ന് പറയും. പറയോ ഇല്ലയോ? ശരിക്കും 7 മണിയായോ ആ സമയത്ത്? അപ്പൊ എന്താ കള്ളം പറയണേ? സ്ഥിരമായിട്ട് ആദ്യം രാവിലെ കേൾക്കുന്നത് കള്ളത്തരാണ്. ആരുടെ അടുത്താ കേൾക്കണേ? അമ്മയുടെ അടുത്ത്. എന്താ കാരണം? 7 മണി എന്ന് പറഞ്ഞാല് മക്കൾ എത്ര മണിക്ക് എഴുന്നേക്കുള്ളൂ? 6 മണിക്ക് എഴുന്നേക്കുള്ളൂ. സ്വഭാവം മാറ്റണ്ടേ? ആര് മാറ്റണം? മക്കൾ ആ സമയത്ത് എഴുന്നേറ്റിട്ട് പറയാം, അമ്മക്ക് സമയം നോക്കാൻ അറിയില്ല. ഇത്രയും വിവരമില്ല എന്റെ അമ്മയ്ക്ക്. എന്തേ ഇങ്ങനെ ആവുന്നത്? നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ടെസ്റ്റ് നടത്തുന്ന സ്കൂളിലുമാണ് ഹോസ്പിറ്റലിലുമാണ്. ഹോസ്പിറ്റലിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. സ്കൂളിൽ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ആരുടെ ആവശ്യമാണ്? ഏതെങ്കിലും പിള്ളേർ പറഞ്ഞിട്ടുണ്ടോ ഒരു ടെസ്റ്റ് നടത്തും ടീച്ചറെ പ്ലീസ്? പറയാറുണ്ടോ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി ഏതാ? പരീക്ഷ എഴുതുക. ആണോ അല്ലയോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം പരീക്ഷ എഴുതണം. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ പരീക്ഷകൾ എഴുതിയത്. LLB എഴുതി, MBA എഴുതി. ഇതൊക്കെ എഴുതാൻ കാരണം എന്താണ്? ഏറ്റവും നല്ല സ്ഥലം ലോകത്ത് ഏതാണെന്നറിയോ? പരീക്ഷാ ഹാളാണ്. അറിയില്ല? ഇവിടേക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ അടുത്തടുത്തിരിക്കണ്ടേ? പരീക്ഷാ ഹാളിൽ എങ്ങനെ ഇരുത്താം? ദൂരെ VVIP ഇരിക്കുന്ന പോലെ. ഗവർണറും അല്ലേ കലക്ടറൊക്കെ വന്നാൽ ഇങ്ങനെ അടുത്തടുത്തിരുത്തുവോ? വലിയ സീറ്റല്ലേ കൊടുക്കുക? അങ്ങനെ നീണ്ട വലിയ സീറ്റ് കൊടുക്കുന്ന സ്ഥലം ഏതാ തനിക്കൊക്കെ? നിങ്ങൾ പഠിച്ച അതേ സ്കൂളിൽ നിങ്ങൾക്ക് വലിയ സീറ്റ് കിട്ടുന്ന ഏക സ്ഥലം എക്സാം ഹാൾ. അപ്പൊ നിങ്ങൾ VVIP ആയിരിക്കുന്ന സ്ഥലം ഏതാ? എക്സാം ഹാൾ. അപ്പൊ ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണം? VVIP ആയിട്ടിരിക്കണം. വലിയ ഭാഗ്യമാണത്. ആണോ അല്ലയോ? ടീച്ചർമാര് വിളിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് പോണ്ടേ? നിങ്ങൾ വിളിച്ചാൽ ടീച്ചർ ഇങ്ങോട്ട് വരുമോ? വരാൻ പറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. അവരെ വിളിക്കേണ്ടും കൂടെ ആവശ്യം. ഇങ്ങനെ വിളിച്ചാൽ അവര് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കില്ലേ? ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാല് ഷെഫ് ചോദിക്കില്ലേ നിങ്ങളോട്? ഭക്ഷണം തരുന്ന ആൾ ചോദിക്കില്ലേ എന്താ വേണ്ടതെന്ന്? ഇല്ലേ? അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും ആര്? ടീച്ചർമാർ. എവിടെ? എക്സാം. ഞാനൊക്കെ അങ്ങനെ ഇടക്കിടയ്ക്ക് വിളിക്കും. ഒന്നും വേണ്ട പോ, പിന്നെ വിളിക്കാൻ തുടങ്ങി. ചില ഇൻവിജിലേഷനൊക്കെ നടക്കുന്ന ചില ഓഫീസർമാരൊക്കെ ഇങ്ങനെ ബാക്കിൽ കൈയൊക്കെ ഇട്ടിട്ട് ഗമയിൽ വരില്ലേ? അപ്പൊ അവരങ്ങോട്ട് എത്തുമ്പോ ഞാൻ വിളിക്കും. ഇപ്പോ ഫ്രീ ആയിട്ട് പേപ്പർ കിട്ടുന്ന ലോകത്തിലെ ഏക സ്ഥലം ഏതാണ്? അതുകൊണ്ടാണ് ഞാൻ 300-400 പേജൊക്കെ എഴുതും. 10 ചോദ്യം തന്നിട്ട് 5 എഴുതിയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? 10 എഴുതും. പഠിക്കട്ടെ ടീച്ചർമാര് വായിച്ചിട്ട്. നമ്മളെ കുറെ കഷ്ടപ്പെടുത്തിയിട്ട് നോട്ട് തന്നിട്ടാണോ അല്ലയോ? നമുക്ക് തിരിച്ചടിക്കാൻ പറ്റിയ ഏക സമയത്താ. ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കൂട്ടി എഴുതിയിട്ടുള്ള എൻ്റെ ഒരു ബ്ലോഗാണ്. 10-15 വർഷമായിട്ട് എഴുതിയിട്ടുള്ളതാണ്. 30 പോയിന്റ്സ് ടു സ്റ്റുഡൻസ്. എന്താണ്? 30 പോയിന്റ്സ് സ്റ്റുഡൻസിന്, 20 പോയിന്റ്സ് ടു പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ്. അത് പഠിച്ചാൽ എങ്ങനെ പഠിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം. വായിച്ചു നോക്കാം. മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. 30 പോയിന്റ്സ് ഡോക്ടർ TPS. ഗൂഗിളിൽ പോയിട്ട് തപ്പി നോക്കാം. മനസ്സിലാവുണ്ടോ? തോറ്റാ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ എഴുതണ്ടേ? അതിനേക്കാൾ എളുപ്പം എന്താ? ഇപ്പൊ തന്നെ പഠിക്കാം. എപ്പോ പഠിക്കണം?
എപ്പോഴാണ് നമ്മളെ ശരിക്കും ഉണരുന്നതെന്നറിയോ? ആലപ്പുഴയിലൊക്കെ എപ്പോഴാ മനുഷ്യന്മാർ ഉണരുക? 7:30 വെളുപ്പിന് എന്നാണ് മുത്തശ്ശനോടൊക്കെ ചോദിക്കുക. കുറെ പ്രായമുള്ള ആരോടെങ്കിലും പോയി ചോദിക്കുക, എപ്പോഴാണ് വെളുപ്പ്? എപ്പോഴാ വെളുപ്പ്? 7:30 നാഴിക. 7:30 നാഴിക എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂറാണ് ഒരു നാഴിക. അപ്പൊ 7:30 നാഴിക എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ. 6:30ക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 6:20 3:20 7 വെളുപ്പ്. അപ്പൊ എത്ര മണിക്കാണ് നമ്മൾ ഉണരേണ്ടത്? 3 മണിക്കൂർ മുമ്പ് ഉണരണം. ആ സമയത്തിനെയാണ് എന്ത് പറയാ? ബ്രാഹ്മ മുഹൂർത്തം, ബ്രഹ്മാവിന്റെ സമയം. എന്താ ബ്രഹ്മാവിന്റെ പണി? നമ്മളെ ചിന്തിപ്പിക്കുക എന്നുള്ളതാണ്. ചോദ്യം ചോദിക്കാനുള്ള കഴിവ്. നിങ്ങളുടെയൊക്കെ മക്കള് ഏത് ജോലിക്ക് പോകണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ അല്ലേ പറയാം? ആണല്ലോ. അടുത്ത് വരാൻ പോകുന്ന ലോകത്ത് ഏറ്റവും നല്ല ജോലി ഏതാന്ന് ചോദിച്ചാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? എന്താ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്? ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവ്. എവിടെ എന്ത് എങ്ങനെ ചോദിക്കണം എന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് നല്ല പഠനം ഉണ്ടാവും. അതുണ്ടാവണമെങ്കിൽ പഠിക്കുന്നതൊക്കെ എഴുതാം. എഴുതുമ്പോൾ ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ ഓ ഇതല്ലല്ലോ കറക്റ്റ്. അതിനെയാണ് അഡാപ്റ്റീവ് ലേണിംഗ്. എൻ്റെ കുറേ ബുക്സ് അതിനാ അഡാപ്റ്റീവ് ലേണിംഗ്. അതിന് കുറേ വിഘ്നം വരുന്നതാണ് നിങ്ങളുടെ മക്കളുടെയൊക്കെ ചിന്താശക്തിയും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. എഴുതിയിട്ടുള്ള പുസ്തകമാണ് അഡോളസൻസിന്റെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ്. വലിയ ബുദ്ധിമുട്ടാണ്. മാനസികമായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. ലോകം വളരെ ഫാസ്റ്റായിട്ട് പോകുന്നു, നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണം? പാരന്റ്സ് എങ്ങനെ അതിനെ നോക്കിക്കാണണം? എങ്ങനെ എൻ്റെ മക്കളെ ഫുൾ കോൺസെൻട്രേഷൻ, ഏറ്റവും വലിയ പ്രശ്നം കോൺസെൻട്രേഷൻ ഇല്ലായ്മയാണ്. ആണോ അല്ലയോ? ശ്രദ്ധ ഇല്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവന് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ വേണം. എങ്ങനെ ശ്രദ്ധ ഉണ്ടാവും? അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കാം. കുറേ ചോദ്യങ്ങളിൽ നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാനാണ് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നതെന്ന് അറിഞ്ഞാൽ ഡോക്ടർ TPS എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചോദിക്കാൻ പറ്റുക, ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം. അപ്പൊ ഈ വരുന്ന 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഞാൻ കുട്ടികളോട് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു വിഷയം പഠിക്കണമെങ്കിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. മനസ്സിലാവണ്ട? ഞാനൊക്കെ സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് +1 +2 അല്ല, പ്രീ ഡിഗ്രിയാണ്. ആ പ്രീ ഡിഗ്രി കയറുന്ന സമയത്ത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് പഠിക്കാനുള്ള ചാപ്റ്റർ 11, 12 പഠിച്ചിട്ടില്ല. അതിന് ഡിഗ്രി കയറിയപ്പോഴാണ് പഠിക്കാനുള്ള ബോധം വന്നത്. ആ സമയത്ത് ചെയ്തത്, എനിക്ക് പഠിക്കാനുള്ള പുസ്തകം ഫുൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കയ്യിൽ വെച്ചിട്ടായിരിക്കും. അപ്പൊ മാഷന്മാര് ബുക്ക് നോക്കി വായിക്കുമ്പോഴത്തേക്കും എനിക്ക് ബുക്ക് നോക്കാതെ അറിയാം. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കും? മാഷ് പറ, തെറ്റുമ്പോ ഞാൻ പിടിക്കാം ഇല്ലേ? നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കും? പറ, കാണട്ടെ ഇവിടെ പിടിക്കാൻ പറ്റുമെന്ന്. ആണോ അല്ലയോ? അതുപോലെയാണ് ഞാൻ ക്ലാസ്സിലിരുന്നത്. അപ്പൊ ശരിക്കും ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യണം. അത് പാരന്റ്സിന്റെ കടമയാണ്. ഇന്ന് എന്താ പഠിക്കാൻ പോണത്? എന്താ പഠിപ്പിച്ചത് പഠിച്ചോ എന്നല്ല ചോദിക്കേണ്ടത്. എന്താ പഠിക്കാൻ പോണത് അത് പഠിച്ചോന്ന് ചോദിക്കും. ആദ്യമായിട്ട് കേൾക്കാം. ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക, ഇങ്ങനെയാണോ വേണ്ടത്? നിങ്ങൾ സിനിമക്ക് പോകുമ്പോ ശ്രദ്ധയുണ്ടോ ഇല്ലയോ? ക്ലാസ്സിലിരിക്കുമ്പോ ശ്രദ്ധയുണ്ടോ ഇല്ലയോ? ഇല്ല. എന്താ കാരണം? സിനിമക്ക് പോകുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടാണ് സിനിമക്ക് പോകുന്നത്. ഏത് സിനിമക്കാ പോണെന്ന് അറിയാം ഇല്ലേ? ആരാ ഡയറക്റ്റ് ചെയ്തതെന്ന് അറിയാം, ആരൊക്കെ അഭിനയിക്കുന്നതെന്ന് അറിയാം, അതിലുള്ള പാട്ടുകളൊക്കെ അറിയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാണ് ക്ലാസ്സിൽ പോയിരിക്കുന്നത്. ആണോ? സിനിമക്ക് പോയിരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടാണ്. ക്ലാസ്സിൽ പോകുമ്പോഴോ എന്താ പഠിപ്പിക്കണത് അത് നമുക്കറിയാം. അവിടെ പോയി എന്തോ പറയും, അത് കേൾക്കും. ആദ്യമായിട്ട് കേൾക്കുമ്പോഴുള്ള ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവും. നിങ്ങളിപ്പോ ഞാൻ സംസാരിക്കുന്ന ഭാഷ നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത ഭാഷയിൽ ഞാൻ സംസാരിച്ചാൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധ പോകും. ഇപ്പൊ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധയില്ല എന്ന കംപ്ലൈന്റ് സ്ഥിരമായിട്ട് പാരന്റ്സ് പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുള്ള ഒരു മാർഗമാണ് എന്താണ്? പ്രിപ്പയർ ആൻഡ് ഗോ. പഠിച്ച് വായിച്ച മനസ്സിലാവാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഇനി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഡിക്ഷണറി എടുക്കുക, അർത്ഥം നോക്കുക. അതും ഇംഗ്ലീഷിലായിരുന്നില്ല, ഇംഗ്ലീഷിന് അർത്ഥം നോക്കി മനസ്സിലാക്കുക. ഓക്കെ. ഇനി മക്കളോടൊരു കാര്യം, പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് കുറഞ്ഞ അമ്മയും അച്ഛനൊക്കെ വഴക്ക് പറയുമോ ഇല്ലയോ? മുത്തശ്ശനും മുത്തശ്ശിവരൊക്കെ നല്ലോണം വഴക്ക് പറയും അല്ലേ? എല്ലാ ദിവസവും പഠിച്ചത് അതുപോലെ അച്ഛനെയും അമ്മയും പഠിപ്പിക്കാം.
വീട്ടിലുള്ള എല്ലാവരെയും പഠിപ്പിക്കാം. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് കൊടുത്തിട്ട് പറയാം അവരോട് പരീക്ഷ എഴുതാൻ പറയാം. എല്ലാം ഞാൻ പഠിപ്പിച്ചതല്ലേ, നിങ്ങൾ എഴുതും. എന്നിട്ട് എത്ര മാർക്ക് അന്ന് മുതൽ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ നിങ്ങൾ പറയും എത്ര മാർക്ക് കിട്ടിയാലും ഒരു കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് മനസ്സിലായിരുന്നു. പറയോ ഇല്ലയോ? ഫൈൻ. ബാക്കി എങ്ങനെ പാരന്റ്സിനെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഈ 2 ദിവസം കൊണ്ട് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു 45 മിനിറ്റ് സംസാരിച്ചു. കണ്ണടയ്ക്കാം. ഇതുവരെ ഞാൻ പറഞ്ഞ എന്താന്ന് ആലോചിക്കാം. എന്നോട് എന്ത് ചോദിക്കാൻ പറ്റും? 1 മണിക്കൂർ പറയണമെന്നാ പറഞ്ഞത്. ഇനി അടുത്ത 15 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ കണ്ണടയ്ക്കാം. എന്ത് ചോദിക്കാൻ പറ്റും ഇദ്ദേഹത്തോട്? ഓപ്പൺ യുവർ ഐസ്. ആസ്ക് മീ വാട്ട് യു വാണ്ട്. എന്താ വേണ്ട? വേഗം. Come on. ഞാൻ നിർത്തിപ്പെടും സാർ. ഇപ്പൊ പറയൂ, എന്താ വേണ്ടേ? എന്താ വേണ്ടേ? കമോൺ, ക്വസ്റ്റ്യൻസ്. നിങ്ങളോടൊക്കെ ക്വസ്റ്റ്യൻ എഴുതാൻ പറഞ്ഞിരുന്നോ? ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ? ഫാസ്റ്റ് ആയിട്ട് എഴുതൂ കുറച്ച് ക്വസ്റ്റ്യൻസ്. വേഗം. ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവണമെന്ന് പറഞ്ഞോ ഇല്ലയോ? മറന്നു? ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ മറന്നു? കമോൺ, ആരുടെയെങ്കിലും അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വേഗം ചോദിക്കാം. Yeah, come. Come. 5 പേർക്ക് വരാം. 1 2 3 4. നിങ്ങളുടെ ബുക്ക് കൊടുത്തോ? അല്ലെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നത് എഴുതാൻ പറ്റില്ലല്ലോ. ജിം, കം. ഇനഫ്. 4 പേര്. 3 ആൾ അവിടെ ഇരുന്നു. ഒരാൾ ചോദിക്കാം. സിദ്ധ. എല്ലാവരും കേൾക്കണ്ടേ ചോദ്യം? എല്ലാരും എഴുതണം ചോദ്യം, അതിന്റെ ഉത്തരവ് എഴുതണം. ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ്. സോ എവറി പേഴ്സൺ ഈസ് യൂണിക്. സോ ഓരോരുത്തരുടെയും ലേണിംഗ് മെത്തേഡ് വുഡ് ബി ഡിഫറെൻറ്റ്. സോ ഈസ് ഇറ്റ് പോസിബിൾ ടു സിങ്ക്രണൈസ് ഓർ സമ്മറൈസ് ഓൾ ഓഫ് ദാറ്റ് ഇൻ ഫ്യൂ വേർഡ്സ്, അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സിലൂടെ അതിനെ സമ്മറൈസ് ചെയ്ത് പറയാൻ പറ്റും? ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഏതെങ്കിലും ഒരു വിഷയം പഠിക്കണം. ആ വിഷയം പഠിക്കാനുള്ളത് നമുക്കൊരു 10 ചാപ്റ്റർ പഠിക്കാനുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ടൈം ടേബിൾ ഉണ്ടാക്കാന്ന് എനിക്കറിയില്ല. നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. 10 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഫൈൻ. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ ചാപ്റ്ററിന്റെയും ഹെഡിങ് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ഫൈൻ. അങ്ങനെ ഒരു 5 വിഷയമുണ്ട്. അപ്പൊ ആകെ എത്ര ചാപ്റ്റേഴ്സ് ആയി? 50 ചാപ്റ്റേഴ്സ്. അതാണ് നിങ്ങൾക്ക് അടുത്ത വർഷം പഠിക്കാനുള്ളത്. അതിന് നിങ്ങൾ എത്ര സമയം ചെലവഴിക്കും? ഓരോ ചാപ്റ്ററിനും ചിലപ്പോ ഇത് വളരെ എളുപ്പമാണ്, ഐ നീഡ് ഓൺലി 2 hours ടു ഫിനിഷ്. അപ്പൊ എത്ര സമയം അത് പഠിച്ചു തീർക്കാൻ വേണം? ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഫുൾ പഠിച്ചിട്ട് പോവാം. സ്റ്റഡി whole thing you can study and go and sit in the classroom. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് പഠിക്കാൻ എനിക്ക് 2 hours വേണം. വേറെ സബ്ജക്റ്റ് പഠിക്കാൻ 5 hours വേണ്ടത്. ക്രിയേറ്റ് യുവർ ടൈം ടേബിൾ. എന്നിട്ട് ഇപ്പം മോള് ചോദിച്ചത് എന്താ പേര്? ശ്രീലയ ചോദിച്ചത് ഓരോരാളുടെയും മെത്തഡോളജി ഡിഫറെന്റ് ആയിരിക്കും. സാധാരണ നോക്കിയാല് ഒരു 10 റൂം ക്ലീൻ ചെയ്യാനുണ്ട്. ചില ആൾക്കാരുടെ ഇഷ്ടം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് ക്ലീൻ ആക്കാനുള്ള ആദ്യം അങ്ങോട്ട് തീർക്കാം. സോ ദാറ്റ് ടഫായിട്ടുള്ള പണി കഴിഞ്ഞു. ഫൈൻ. അതിന് 5 മണിക്കൂർ എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ 5 മണിക്കൂർ കഴിയുമ്പോഴേ ഒരു റൂം ക്ലീൻ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ?
ചിലരുടെ വിചാരം എന്താണ്, 1 മണിക്കൂർ കൊണ്ട് ഒരു റൂം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ 5 റൂം അങ്ങോട്ട് ക്ലീൻ ചെയ്താൽ എനിക്ക് എന്ത് പറയാൻ പറ്റും, പകുതി കഴിഞ്ഞു എന്ന് പറയാമല്ലോ. ശരിക്കും പകുതി കഴിഞ്ഞോ? ഇല്ല. അപ്പൊ ചിലരുടെ ഇഷ്ടം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നത്, എളുപ്പമുള്ളത് ആദ്യം തീർക്കലാണ്. ചിലരുടെ ഇഷ്ടം എങ്ങനെയാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആദ്യം തീർക്കുക, അപ്പൊ പിന്നെ ബാക്കിയുള്ളത് കുറച്ച് എളുപ്പം തീർക്കാൻ പറ്റും. നമ്മൾ ടയേർഡാവും കുറച്ച്. അതുപോലെ ചിലർക്ക് ഒരു സബ്ജക്റ്റിൽ കുറേ സമയം ഇരിക്കാൻ പറ്റും, ചിലർക്കോ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. നമ്മുടെ സാധാരണ സ്കൂൾ ടൈം ടേബിൾ എങ്ങനെയാ, 40 മിനിറ്റ് 40 മിനിറ്റ് 40 മിനിറ്റ് 40 മിനിറ്റ്. എന്താ കാരണം, ഒരേ സബ്ജക്റ്റിൽ കുറേ സമയം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും വിചാരിക്കും. എന്ത് ചെയ്യാം, ഐ ഫിനിഷ് 1 ചാപ്റ്റർ, അതിന് 2 hours എടുത്താലും 3 hours എടുത്താലും. സ്കൂളിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? തിങ്കളാഴ്ച മാത്സ്, ചൊവ്വാഴ്ച കെമിസ്ട്രി, അങ്ങനെ ചെയ്യുമാരെങ്കിലും? ഇല്ല. ഒന്ന് ടീച്ചേഴ്സിനും ബോറടിക്കും, കുട്ടികൾക്കും ബോറടിക്കും. നിങ്ങളുടെ വിചാരമുണ്ടോ നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ ടീച്ചർ റെസ്റ്റ് എടുക്കാമെന്ന്? ഇത് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പോയിട്ട് വേറെ ക്ലാസ് എടുക്കും. അപ്പൊ ഇവിടെ തന്നെ കുറെ സമയം പഠിച്ചൂടെ? അപ്പൊ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു ടൈം ടേബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റഡി നടത്തുകയാണ്, ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു ചാപ്റ്റർ തീർക്കാൻ നിങ്ങൾക്ക് പറ്റും കൂടെ ഇരുന്നാൽ. ഒറ്റക്കാവുമ്പോൾ ചിലപ്പം ഹാഫ് ആൻ അവർ 1 hour തീർക്കാൻ പറ്റും. പക്ഷെ ഗ്രൂപ്പ് സ്റ്റഡി ആകുമ്പോൾ നിങ്ങൾ ഇന്ന് മാത്സ് തീർക്കാൻ പറ്റുകയാണ് എന്ന് വെച്ചാൽ അത് തീർക്കാൻ പറ്റും. ഇപ്പൊ എക്സാമിനേഷന് മുമ്പ് റിവിഷൻ ആണ്, വി ക്യാൻ ഡു ദാറ്റ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഗ്രൂപ്പ് ആണോ ഗ്രൂപ്പ് അല്ലയോ എന്നനുസരിച്ചിട്ടാണ് നമ്മുടെ ശൈലി മാറുന്നത്. അതുകൊണ്ട് ഫിക്സ്ഡ് ആയിട്ടൊരു രൂപമില്ല. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഈ പ്രായത്തിലല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്തമാറ്റിക്സ് BSc പഠിക്കണം എന്ന് വിചാരിക്കും. ഞങ്ങൾ MSc മാത്തമാറ്റിക്സ് ആണ്, ഞങ്ങൾ പഠിക്കുന്ന എല്ലാം മാത്സ് അല്ലേ. അതിനിടയിൽ വേറെ സബ്ജക്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ആകെ പഠിക്കേണ്ടത് എന്താ, ഒരേ വിഷയമാണ്. അപ്പോൾ 3 കൊല്ലം 2 കൊല്ലം ഫുൾ ടൈം എന്താ പഠിക്കണേ, ആ സബ്ജക്ട് തന്നെയാണ്. ഇപ്പൊ ബിടെക് പഠിച്ചാൽ ഫസ്റ്റ് ഇയറിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ഡ്രോയിങ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേക്കും സബ്ജക്റ്റുകളും ജനറൽ സബ്ജക്ട്സ് ഒക്കെ പോകും. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ മാത്രമാണ് 3 വർഷം 2 വർഷം. അതിലുള്ള സ്പെഷ്യൽ നിങ്ങളുടെ ഓരോ ചാപ്റ്ററും ഓരോ സെമസ്റ്റർ ആയിട്ട് മാറും അവരെ. അപ്പൊ ആ ശീലമുള്ളവർക്ക് അത് നല്ലത്.